വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ കൺഫേം ആയിരിക്കുകയാണ്. ആരൊക്കെയാണ് നേരിടാൻ പോകുന്നത് എന്ന് കൺഫേം ആയിരിക്കുകയാണ്. ആ ഒരു ഫിക്ചർ പുറത്തു വന്നപ്പോൾ നമ്മെ ഒന്ന് നിരാശപ്പെടുത്തുന്ന, ഒന്ന് ഡിസപ്പോയിന്റിങ് ആക്കുന്ന ഒരു ഫിക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരത്തിന്റെ ഫിക്ചറാണ്. എന്താണ് സംഭവം? ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകളാണ് ഇരുവരും. ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി കീഴിലുള്ള ബ്രസീൽ. അതുപോലെ മൊറിയാസോന് കീഴിൽ ഒരു ഗംഭീര ഫുട്ബോളാണ് ജപ്പാനും കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് 16 എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ടീമേ അത് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. ഇനിയുള്ള അടുത്ത മത്സരങ്ങളിൽ ഈ രണ്ട് ടീമുകളിൽ ഒരു ടീമിൻ്റെ മത്സരങ്ങൾ മാത്രമേ ഇനി നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഗ്രൂപ്പ് സിയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് ഉൾപ്പെട്ടുകൊണ്ടാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 32 എത്തുന്നത്. മൊറോക്കോ ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് പൂർത്തിയാക്കിക്കൊണ്ടാണ് റൗണ്ട് ഓഫ് 32 ബ്രസീൽ എത്തുന്നത്. എന്നാൽ ജപ്പാൻ ആണെങ്കിലോ നെതർലാൻഡ്സ്, സ്വീഡൻ, ടുണീഷ്യ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഡെത്ത് ഗ്രൂപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഗ്രൂപ്പിൽ നിന്നാണ് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് പൂർത്തിയാക്കിക്കൊണ്ട് ക്വാളിഫൈ ചെയ്യുന്നത്. അതിൽ തന്നെ നെതർലാൻഡ്സിനെ സമനിലയിൽ തളയ്ക്കുന്നു, സ്വീഡനെതിരെ ഒരു സമനില നേടുന്നു, ടുണീഷ്യക്കെതിരെ ഒരു വിജയം നേടുന്നു. അങ്ങനെ ഒരു 10 മത്സരങ്ങളിലായിട്ട് അവർ അൺബീറ്റൻ സ്ട്രൈക്കാണ് ജപ്പാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഫുട്ബോളിൽ അവർ നടത്തുന്ന കോൺട്രിബ്യൂഷനുകളുണ്ട്, ഫ്യൂച്ചർ വിഷൻ ഉണ്ട്. അവർക്ക് ഇനി ഇത്ര വർഷങ്ങളിൽ കൊണ്ട് ഈ എന്തെല്ലാം നേട്ടങ്ങളാണ് ഫുട്ബോളിൽ നേടാൻ സാധിക്കുക എന്നുള്ളത് ഒരു വിഷൻ അവർക്ക് മുമ്പിലുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജപ്പാന്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് കീഴിൽ ആ ഒരു വിഷന് ഏറ്റവും വലിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഏഷ്യയിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഫുട്ബോൾ എന്താണെന്നറിയില്ല, ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയൊരു വിമർശിച്ചവരൊക്കെ ഉണ്ട്. അവർക്ക് മുമ്പിൽ ഒരു കൃത്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ജപ്പാൻ. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ജപ്പാന്റെ ഈ പ്രകടനവും. ഇനി ജപ്പാനെ നമുക്കൊരു ഡാർക്ക് ഹോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർഡോഗ്സ് ആയിട്ടോ ഒന്നും നമുക്ക് ജപ്പാനെ വിളിക്കാൻ പറ്റില്ല. ബ്രസീലിനെ പോലത്തെ, ഇംഗ്ലണ്ടിനെ പോലത്തെ, അർജന്റീനയെ പോലത്തെ ഒരു ബിഗ് ടീമുകൾക്കൊപ്പമാണ് നമുക്ക് ജപ്പാനെ വെക്കാൻ സാധിക്കുക. കാരണം എന്താണ്? ഈ വേൾഡ് കപ്പിൽ തന്നെ നെതർലാൻഡ്സിനെ സമനിലയിൽ തളയ്ക്കുന്ന കാഴ്ച കണ്ടു. ശരിക്കും അവിടെ നെതർലാൻഡ്സ് അല്ല രക്ഷപ്പെട്ടത്. 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ജപ്പാൻ ആ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന, ഓരോ തവണ നെതർലാൻഡ്സ് ലീഡ് എടുക്കുമ്പോഴും ആ മത്സരത്തെ വീണ്ടും ജപ്പാന് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വീഡനെതിരെ ആദ്യം ലീഡ് എടുക്കുന്നു. അതുപോലെ തന്നെ മുന്നത്തെ വേൾഡ് കപ്പിൽ ജർമ്മനിയും സ്പെയിനൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ജപ്പാൻ അട്ടിമറിക്കപ്പെടും എന്നുള്ളതല്ല, ജപ്പാൻ കളിക്കും, നന്നായി കളിക്കും, അവർ വിജയിക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക്, ആ ഒരു രംഗത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഹജിമി മൊറിയാസു എന്ന് പറയുന്ന ഒരു ടാക്ടിക്കൽ ജീനിയസിന് കീഴിലാണ് ജപ്പാൻ 2018 മുതൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 2018 വേൾഡ് കപ്പിൽ നമ്മൾ എന്താണ് കണ്ടത്? ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ ഒരു 2-2 സമനിലയിൽ നിൽക്കവേ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ആ വിജയ ഗോൾ ബെൽജിയം നേടുന്നത്. അങ്ങനെയാണ് ജപ്പാൻ ആ 2018 വേൾഡ് കപ്പിൽ പുറത്താകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതിൽ പുറത്താകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പിന്നീട് ഒരു ഹാഫ് ടൈമിനൊക്കെ ശേഷം ബെൽജിയം പിന്നീട് അത് ഒരു ഹൈ ബോളിലേക്കും ഒരു സെറ്റ് പീസൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ഹൈറ്റുള്ള താരങ്ങളാണല്ലോ ബെൽജിയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ഈ ജപ്പാൻ താരങ്ങൾക്ക് അവരെ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു രംഗത്തേക്ക് എത്തിയപ്പോഴാണ് ആ ഒരു വിജയത്തിലേക്ക് ബെൽജിയത്തിന് എത്താൻ സാധിച്ചത്. പിന്നീട് 2022 വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോഴോ ജർമ്മനിയെ അട്ടിമറിക്കുന്നു, സ്പെയിനെ അട്ടിമറിക്കുന്നു. ഇപ്പോഴാ 2026 വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോഴും ആ ഒരു സ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല. അതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും ജപ്പാനെ ഇനി നമ്മൾ അണ്ടർഡോഗ്സ് ആയിട്ടോ ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് നമുക്ക് വിളിക്കാൻ പാടില്ല. അവരുടെ പ്രകടനങ്ങൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറയാനുള്ള കാരണം അവർ അത്രയും മികച്ച എഫേർട്ട് ഇട്ടുകൊണ്ട് ആ ഒരു പ്രകടനം അവർ കാഴ്ചവെക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രസീലിനെ സംബന്ധിച്ച് ഈ വേൾഡ് കപ്പിൽ 2 വിജയവും ഒരു സമനിലയും നേടിക്കൊണ്ടാണ് ഈ വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 ബ്രസീൽ വരുന്നത്. അതിൽ തന്നെ മൊറോക്കോക്കെതിരെ ഒരു സമനില വഴങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബാക്കിയുള്ള 2 മത്സരത്തിലും ഒരു ഗംഭീര ഒരു റിസൾട്ട് തന്നെയാണ് ബ്രസീലിനെ സമ്മാനിച്ചിട്ടുള്ളത്. അതിൽ വിനീഷ്യസ് ജൂനിയർ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ എത്രത്തോളം ഇയാൾ അൺസ്റ്റോപ്പബിൾ ആണ്, ഒരു ഡേഞ്ചർ മാൻ ആണ് എന്ന് ഒരിക്കൽ കൂടി അയാൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 3 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 3ലും ഒരു ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിലെ ഒരു ടോപ്പ് സ്കോർ പട്ടത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ. അപ്പോൾ ഈ വിനീഷ്യസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകുക. അതിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവാണ്. ഇനിയിപ്പോൾ ജപ്പാനെതിരെയും അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡിനെതിരെയുള്ള അവസാന മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം ഇറങ്ങുന്നു, ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ജപ്പാനെതിരെയും ഈ നെയ്മർ ജൂനിയറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ഈ വേൾഡ് കപ്പിൽ അവർക്ക് ലഭിക്കാവുന്ന റൗണ്ട് ഓഫ് 32 അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ എതിരാളികളാണ് ജപ്പാൻ.
ജപ്പാന്റെ ടാക്ടിക്കൽ മികവിന് മുമ്പിലും സ്പീഡിനും കൗണ്ടർ അറ്റാക്കിന് മുമ്പിലൊക്കെ ജപ്പാനെ ബ്രസീലിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ, റൗണ്ട് ഓഫ് 16ലേക്ക് അവർക്ക് മാർച്ച് ചെയ്യാൻ സാധിച്ചാൽ, റൗണ്ട് ഓഫ് 16ൽ ബ്രസീൽ നേരിടാൻ പോകുന്ന ടീമുകളോ ഹാളൻഡിന്റെ നോർവേയാണ്, ഒഡഗാർഡിന്റെ നോർവേയാണ്. അതിലും വിജയിച്ചാൽ മാത്രമേ പിന്നീട് അത് ക്വാർട്ടർ ഫൈനലിലേക്ക്, അവിടെ ഇംഗ്ലണ്ടാണ് കാത്തിരിക്കുന്നത്, പിന്നീട് അത് അർജന്റീനയായിരിക്കും. അങ്ങനെ തുടങ്ങിയ ഒരു ഗംഭീര മത്സരങ്ങളാണ് ബ്രസീലിനെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ നാളെയാണ് മത്സരം നടക്കുന്നത്, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. ഒരു ഗംഭീര മത്സരം തന്നെയായിരിക്കും. രാത്രി 10:00 നടക്കാൻ പോകുന്നത്.